ബ്രൂവറി വിവാദത്തിൽ സർക്കാരിനെ കടന്നാക്രമിച്ച് പ്രതിപക്ഷം. ഡൽഹി മദ്യനയ കേസിൽ ഒയാസിസ് കമ്പനിക്കെതിരായ ആരോപണവും പഞ്ചാബിൽ കമ്പനിക്കെതിരായ സമരവുമൊക്കെ പ്രതിപക്ഷം ആയുധമാക്കി. വി.ഡി. സതീശൻ, രമേശ് ചെന്നിത്തല പോരെന്ന എക്സൈസ് മന്ത്രിയുടെ പരിഹാസത്തിനും പ്രതിപക്ഷ നേതാവ് മറുപടിയുമായി എത്തി. ജലദൗർബല്യമുള്ളതിനാൽ പദ്ധതി പറ്റില്ലെന്ന നിലപാടിലാണ് എലപ്പുള്ളി പഞ്ചായത്ത്. മന്ത്രി എം.ബി. രാജേഷിന്റെ വാദങ്ങളെ മുഖവിലക്കെടുക്കാൻ പ്രതിപക്ഷം തയ്യാറല്ല. ഒയാസിസ് കമ്പനിക്കെതിരായ ആരോപണത്തിന് മറുപടി നൽകാൻ ഇന്നും എക്സൈസ് മന്ത്രിയെ പ്രതിപക്ഷം വെല്ലുവിളിച്ചു. ഇത് രാജഭരണമല്ല, ഇഷ്ടമുള്ള കമ്പനിക്ക് മാത്രം ഇത് കൊടുക്കാൻ. ഇത് രാജഭരണമല്ല, ഇത് ജനാധിപത്യ ഭരണമാണ്, നടപടിക്രമങ്ങളുള്ള നാടാണ്. അത് മന്ത്രി മറുപടി പറഞ്ഞേ മതിയാവും. വി.ഡി. സതീശൻ, ചെന്നിത്തല പോരെന്ന എം.ബി. രാജേഷിന്റെ വിമർശനത്തിനും കടുത്ത ഭാഷയിലായിരുന്നു സതീശന്റെ മറുപടി. മന്ത്രി രാജേഷിന് വിഷമമുണ്ടെങ്കിൽ ഞങ്ങൾ ഒരുമിച്ച് പത്രസമ്മേളനം നടത്താം, ഞാനും രമേശ് ചെന്നിത്തലയും കൂടി. ഇതൊക്കെ വിഷയദാരിദ്ര്യം. ഇദ്ദേഹം ചെറിയ ഈ ചോദ്യം ചോദിക്കുമ്പോൾ ഉത്തരം പറയാൻ പറ്റാതാവുമ്പോൾ കൊഞ്ഞനം കുത്തി കാണിക്കാന്ന് പറയും. പദ്ധതിക്കെതിരായ പ്രതിഷേധത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്ന് പറഞ്ഞ രമേശ് ചെന്നിത്തല അഴിമതി ആരോപണവും ആവർത്തിച്ചു. എന്നും എക്സൈസ് വകുപ്പ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഒരു കറവപ്പശുവാണ്. ഇപ്പോഴും അതിനുവേണ്ടി വിനിയോഗിക്കുകയാണ്. എന്തുകൊണ്ട് ടെൻഡർ വിളിച്ചില്ല? ഒയാസിസിനെ ആര് തെരഞ്ഞെടുത്തു? മാനദണ്ഡം എന്താണ്? ഇത് സംബന്ധിച്ച ഒരു ചർച്ചയും ഒരിടത്തും ഉണ്ടായിട്ടില്ല. ഭരണം തീരാൻ അതേ സമയം ഇല്ലാത്തത് കൊണ്ട് കടുംവെട്ട് വെട്ടുന്ന നടപടിയാണ് ഇപ്പോൾ ഗവൺമെന്റ് സ്വീകരിക്കുന്നത്. കമ്പനി വരാൻ അനുവദിക്കില്ലെന്ന് എലപ്പുള്ളി പഞ്ചായത്ത് ഭരണസമിതിയും നിലപാടെടുത്തു. എലപ്പുള്ളിയിൽ ഇത്രയും കഷ്ടപ്പാടുള്ള ഒരു സാഹചര്യമാണ്, കുടിവെള്ളം കുടിക്കാൻ വെള്ളമില്ലാത്ത സാഹചര്യമാണ്. ആ ഒരു പ്രവർത്തനം ഞങ്ങൾ ഇനിയുള്ള അടുത്ത ദിവസം തന്നെ അടിയന്തരം യോഗം വെച്ച് തീരുമാനമെടുത്ത് ബന്ധപ്പെട്ട ഗവൺമെന്റ് ശ്രദ്ധപ്പെടുത്താനാണ് ഞങ്ങളുടെ തീരുമാനം. വിഷയം നിയമസഭയിലും ചർച്ചയാക്കാനാണ് പ്രതിപക്ഷ തീരുമാനം. മീഡിയ 1 തിരുവനന്തപുരം.